അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വീഡിയോയിൽ ബറാഅത്ത് രാവിന്റെ പ്രാധാന്യവും ബറാഅത്ത് രാവിൽ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ കരുണ ഏറ്റവും അധികം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വളരെ മഹത്തായ ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ്. പലർക്കും ഒരു സംശയമുണ്ടാകും, എന്താണ് ബറാഅത്ത് രാവ്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഇത്ര പ്രധാനപ്പെട്ടത്? ആദ്യം അത് മനസ്സിലാക്കാം. ബറാഅത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം മുക്തി, വിമോചനം, രക്ഷ എന്നിങ്ങനെയാണ്. അഥവാ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രത്യേക രാത്രി. ഇത് ശഅബാൻ മാസത്തിലെ 15-ാം രാത്രിയാണ്. ശഅബാനിന്റെ 14-ാം തീയതി സൂര്യാസ്തമനത്തിനു ശേഷം തുടങ്ങുന്ന രാത്രി. ഈ രാത്രിയിൽ അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് അസാധാരണമായ കരുണയോടെ നോക്കുന്നു. പലരുടെയും പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നു. മുടിവിരിയുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് മോചനം ലഭിക്കുന്ന രാത്രി എന്നാണ് ഹദീസുകളിൽ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ രാത്രി ലൈലത്തുൽ ബറാഅത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ബറാഅത്ത് രാവിന്റെ പ്രത്യേകതകൾ നോക്കാം. അള്ളാഹു തന്റെ അടിമകളുടെ പാപങ്ങൾ മാപ്പാക്കുന്നു, ദുആകൾ സ്വീകരിക്കപ്പെടുന്നു, വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ചില വിധികൾ അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം നിർണയിക്കപ്പെടുന്നു, ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് കരയുന്നവർക്ക് കരുണ ലഭിക്കുന്നു. പക്ഷേ ഹദീസിൽ ഒരു മുന്നറിയിപ്പുമുണ്ട്. ഈ രാത്രിയിൽ പോലും അള്ളാഹുവിന്റെ മാപ്പ് ലഭിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട്. 1. ശിർക്ക് ചെയ്യുന്നവർ. 2. സ്ഥിരമായി വൈരവും വെറുപ്പും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഈ രാത്രി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കേണ്ട ഒരു രാത്രി കൂടിയാണ്. മനസ്സിലുള്ള വൈരവങ്ങൾ വിട്ട് അള്ളാഹുവിനോട് മാപ്പ് തേടേണ്ട രാത്രിയുമാണ്. ഇനി നമുക്ക് ബറാഅത്ത് രാവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഖുർആൻ ഓതൽ, ഇസ്തിഗ്ഫാർ, ദിക്ർ, സ്വലാത്ത്, ദുആ ഇവയെല്ലാം ഈ രാത്രിയിൽ വളരെയധികം മഹത്വമുള്ളതാണ്. പ്രത്യേകമായി മഗ്രിബിനും ഇശാഇനും ഇടയിൽ ചെയ്യുന്ന ചില അമലുകളുണ്ട്. ആദ്യം സൂറത്തു യാസീൻ 3 പ്രാവശ്യം ഓതണം. ഒന്നാമത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ജീവിതത്തിലെ എല്ലാ റിസ്കുകളിലും ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത് ഈമാനോട് കൂടിയ നല്ലൊരു അന്ത്യം ലഭിക്കാൻ വേണ്ടിയിട്ടും. അതിനുശേഷം സൂറത്തു ദുഹാൻ 1 പ്രാവശ്യം ഓതണം. അതിനുശേഷം 70 പ്രാവശ്യം അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ലു അനാതി ലാ ത്വഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലണം. പിന്നീട് യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസു എന്ന് 100 പ്രാവശ്യം ചൊല്ലണം. ശേഷം ഹസ്ബി അല്ലാഹു നിയമൽ വക്കീൽ നിയമൽ മൗല വ നിയമൻ നസീർ എന്ന് 100 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം 100 സ്വലാത്തും ചൊല്ലുക. ഇവയെല്ലാം അള്ളാഹുവിന്റെ കരുണ തേടാനുള്ള ശക്തമായ മാർഗങ്ങളാണ്. അള്ളാഹുവിന്റെ കരുണ നമ്മുടെ പാപങ്ങളെക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ബറാഅത്ത് രാവ് വെറും ഒരു രാത്രിയായി കടന്നുപോകാതെ ജീവിതം മാറ്റുന്ന ഒരു രാത്രിയാക്കി മാറ്റാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ രാത്രിയുടെ പൂർണ്ണ അനുഗ്രഹം നൽകുമാറാകട്ടെ.